ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ചിലവാക്കണ ചിലപ്പോൾ അവർ 1 ലക്ഷം ചിലവാക്കി തീരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിലാണ് ഇത് കേൾക്കേണ്ടത് കേട്ടോ. അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 75% ഒതുക്കുക. 25% സാലറി കട്ടാണെന്ന് വിചാരിക്കുക. എന്നിട്ട് 75% അവനവൻ്റെ ചിലവ് ഒതുക്കാനായിട്ട് നോക്കാം. അപ്പോൾ 75,000 ചിലവ് ഒതുക്കണം. എന്നിട്ട് ഒരു 15% സേവിങ്സിൽ വയ്ക്കുക. എന്നുവെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, സേവിങ്സ് അക്കൗണ്ടിൽ വേറെ ബാങ്ക് അക്കൗണ്ടിൽ സെപ്പറേറ്റ് വയ്ക്കുക. ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ വയ്ക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു 10%, ഞാൻ 15% സേവിങ്സ് പറഞ്ഞത്. അപ്പോൾ 10% ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് കണ്ടിട്ടോ അങ്ങനെ വല്ലതൊക്കെ ആയിട്ട്. അതിൽ ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചിലവിൻ്റെ ഒരു 6 മാസ ചിലവാണ് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 15% നമ്മൾ ഈ എമർജൻസി ഫണ്ടിന് വേണ്ടി മാറ്റി വയ്ക്കൂലേ. അപ്പോൾ 75,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ 6 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ വരും. ഈ 4.5 ലക്ഷം രൂപ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സേവിങ്സിൽ മാറ്റി വെക്കണ പൈസ നിർത്തിയിട്ട് ആ പൈസയും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 25% ഇൻവെസ്റ്റ് ചെയ്യലും എമർജൻസി ഫണ്ടുണ്ട്. ഈ പറഞ്ഞ 75,000 രൂപ 75% സ്പെൻഡ് ചെയ്യാനായിട്ട് വെക്കണ വിധത്തിലെങ്കിലും അതാണൊരു എവിടെയും നിൽക്കാത്ത എപ്പോഴും കിട്ടണ കാശ് മൊത്തം തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ്.